ഹായ് ഹലോ, ഇന്ന് കാണിക്കാൻ പോണത് കട്ട് പീസുകളൊക്കെ സ്റ്റിച്ചിങ് വേസ്റ്റുകൾ ക്ലീൻ ചെയ്ത് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. ഇത് തന്നെ ഇതിൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കൊണ്ടുപോയി ഡബ്ബ ചെയ്ത് കോണിക്കൂടിൻ്റെ നിറം ഇങ്ങനെ ഫില്ലാക്കി വെച്ചേക്കാണ്. അവസാനം അത് ഫുള്ള് എടുത്ത് ഒഴിവാക്കണം. ഇനി അതിൽ വേണ്ടത് മാത്രം തിരഞ്ഞെടുത്തിട്ട് വേണ്ടാത്തത് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്ന് ഫുള്ള് നിറക്കുകയാണ് കേട്ടോ ചെയ്യണേ. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഫുള്ള് കംപ്ലീറ്റ് കൊണ്ടുവന്ന് തട്ടിയിട്ട് ചെറിയ തുണികൾ, അതേപോലെ ക്രേപ്പ്, പ്ലെയിന്, പ്രിൻ്റ്, ലൈനിങ്, കോട്ടന്, സാറ്റിന്, നെറ്റ് ക്ലോത്തുകൾ, പിന്നെ വരാൻ ഒരുപാട് ക്ലോത്തുകൾ ഉണ്ട് കേട്ടോ. എല്ലാം തരം തിരിച്ചെടുക്കണം. വലിയ തുണി, ചെറിയ തുണി, പിന്നെ ചെറിയ ചെറിയ ചവിട്ടിക്ക് പറ്റിയ കട്ട് പീസുകൾ വേറെ ആക്കണം. ഇനി അതേ ഫ്രോക്കുകൾക്കോ ഹെയർ ബാൻഡിനോ ഒക്കെ വെച്ചെടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ കട്ട് പീസുകൾ ഉണ്ടാവും നെറ്റിൻ്റെയൊക്കെ, അങ്ങനത്തെ വേറിരിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് മക്കൾ വല്ലാതെ കളിച്ചാണ് കേട്ടോ. ഓൽക്കതൊക്കെ പാടങ്ങോട്ട് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഓല നന്നായി അതിൽ കിടന്ന് മറിയുണ്ട്. ഓല വക ഓലും കൂടി തരുന്നുണ്ട്. ആദ്യം ചെയ്തതിലുള്ള വലിയ ക്ലോത്തുകളും വലിയ തുണികൾ പോലത്തെ ഒക്കെ ഉണ്ട്, ഇങ്ങനെ കൊണ്ടുപോയിട്ടത് വേണ്ടാത്തതൊക്കെ അതൊക്കെ വേറിരിച്ചങ്ങോട്ടെടുത്ത് അങ്ങനെ ഓരോന്ന് തരം തിരിച്ച്, അതേപോലെ ഓരോ കളറുകൾ നോക്കിയിട്ട് വേറിരിച്ചെടുത്ത്. പ്രയർ ഡ്രസ്സ് അടിച്ച കുറേ വെട്ട് കഷ്ണങ്ങളുണ്ടായിനി, അതൊക്കെ വേറിരിച്ചെടുത്ത്. പിന്നെ നല്ല നല്ല ക്ലോത്തുകൾ, സാരികൾ, അങ്ങനെ കുറേ ഉണ്ടായിനി. ഒക്കെ നോക്കി എല്ലാ ഐറ്റവും, കാരണം കുറേ മുന്നേ മുതൽ കുറേ അവിടെ ഇട്ടച്ചതും അല്ലാതെ ഈ പെട്ടിയിലാക്കിയിട്ടൊക്കെ ഞാൻ നല്ലതൊക്കെ മടക്കി വെച്ചീനി. അതൊക്കെ ഇതിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ എടുക്കാൻ തന്നെ കാരണം കോണിക്കൂടാകെ നിറഞ്ഞു കിടന്നപ്പോൾ കെട്ടിയോ നെറുക്ക് കയറി പോയപ്പോഴാണ് ഇത് ഫുള്ള് ഈ കോലത്തെ കിടക്കണുണ്ട്. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് ഇത് ഈ എടുത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത് കത്തിച്ചിട്ടോന്ന് പറഞ്ഞതോടെ അത് ചെയ്യും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ വേഗം ഇതൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ്. പെട്ടെന്ന് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ കത്തിച്ചലേ കാരണം. അപ്പോൾ എനിക്ക് വേണ്ടിയ ക്ലോത്തും കിട്ടൂല, വേണ്ടാത്ത ക്ലോത്തും കിട്ടൂല. ഒത്തിരി ക്ലോത്ത് പറഞ്ഞാൽ ഒത്തിരി, ഞാൻ ഇതുവരെ കാണാത്ത ടൈപ്പ് പറഞ്ഞ പോലെ എന്നോ എത്രയോ ഒരു കൊല്ലം 1.5 കൊല്ലം മുന്നേ സ്റ്റിച്ച് ചെയ്ത ക്ലോത്തുകളൊക്കെ അതിലുണ്ട് കേട്ടോ. നല്ല രസമില്ല. അപ്പോൾ നല്ല ക്ലോത്ത് ഇങ്ങനെ കാണുമ്പോൾ മക്കളിങ്ങനെ വന്നിട്ട് ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ കാണിക്കുകയാണ്. പിന്നെ സ്പീഡ് ലാപ്പിൽ ഇട്ടുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് നേരം 3 ദിവസം കൊണ്ടാണ് ഞാൻ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. ഒരു ദിവസം ഏകദേശം വൈകുന്നേരമാണ് അതൊക്കെ വലിച്ചിട്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചു നിന്നത് തീരൂല എന്ന് എനിക്കറിയാം. എൻ്റെ പണികൾ പിറ്റേ ദിവസത്തിൻ്റെ പണികളൊക്കെ തീർത്തിട്ടാണ് പിന്നെ ഞാൻ അതിമൊക്കെ നിൽക്കുന്നത്. പിന്നെ 2 ദിവസം കൊണ്ട് ഫുള്ള് റെഡിയാക്കി. ആദ്യത്തെ ദിവസം ഫുള്ള് ഞാൻ തരം തിരിച്ചെടുക്കാൻ നോക്കി. പിറ്റേ ദിവസം ഫുള്ള് കംപ്ലീറ്റ് മടക്കാൻ നോക്കി. നല്ല മസ്ലിൻ സിൽക്കിലൊക്കെ നല്ല ക്ലോത്തുകളുണ്ടായിട്ട് കുറേ സാരിയുടേത്, കുറേ ഷോളുകൾ, നല്ല രസമുള്ള ഷിഫോണിലൊക്കെ വരുന്ന പ്രിൻ്റുള്ള ഷോളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇനി മാറ്റി വെച്ചിട്ട് ഈ കട്ട് പീസുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഓരോ ഡ്രസ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് വിട്ടുതരാമെന്ന് കേട്ടോ കരുതുന്നത്. ഓരോരോ വീഡിയോസ് കട്ട് പീസ് യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും എങ്ങനെ ഉപകാരപ്പെടുത്താമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നടക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. സ്റ്റിച്ച് ചെയ്യണ ഒരാളാണോ ഓരോടത്തൊക്കെ ഇതുപോലെ കട്ട് പീസ് ഉണ്ടാവും. എന്തും കരുതി എടുത്തൊക്കെയാണെന്നറിയോ. ഇതുകൊണ്ടൊക്കെ വലിയ സംഭവം ചെയ്ത് കൂട്ടുന്നാണ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുക കേട്ടോ. എന്തോ സംഭവം ചെയ്യും കട്ട് പീസ് കൊണ്ടൊക്കെ കരുതിയിട്ടേക്കാരെ എടുത്തേക്കണേ. അവസാനം ഭാഗവും നമ്മൾ ഒന്നും ചെയ്യാതെ ലാസ്റ്റ് എടുത്ത് കത്തിക്കും. അങ്ങനത്തെ അവസ്ഥ വരും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആദ്യം എന്ത് ചെയ്യാറോ, ഞാനിതിലൊരു ട്രിക്കാണ് ചെയ്യണത്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ആദ്യം ഫുള്ള് തരം തിരിച്ച്, എന്നിട്ട് എന്താ ചെയ്തത് വെച്ചാൽ ആ തരം തിരിച്ച് വെച്ചേന്ന് ആദ്യം ചെറിയ പീസ് വേറെ, വലിയ പീസ് വേറെ, അങ്ങനെ പ്രിൻ്റ് വേറെ, ഷിഫോൺ വേറെ, ക്രേപ്പ് വേറെ, ഇതുപോലെയൊക്കെ തരം തിരിച്ചിട്ടു. എന്നിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ മടക്കി. എന്നിട്ട് ആ മടക്കുമ്പം ചെയ്ത പണി ആ തരം തിരിച്ചതെന്ന് തന്നെ ഒരേ കളറുകളുള്ളത് ഷിഫോണുകളൊക്കെ മടക്കി വെച്ച്, പ്രിൻ്റുകളൊക്കെ മടക്കി വെച്ച്, എന്നിട്ട് അതിൽ നിന്ന് തരം തിരിച്ചെടുക്കാൻ തുടങ്ങി. റെഡ്, ഗ്രീൻ, യെല്ലോ, അങ്ങനെയൊക്കെ പല കളറിലാണല്ലോ ഉണ്ടാകുക. അപ്പോൾ ആ കളറുകളൊക്കെ ഞാൻ തരം തിരിച്ചെടുക്കാൻ തുടങ്ങി. ഒരേ കളറിലുള്ള എല്ലാതും, കോട്ടനായാലും ക്രേപ്പായാലും പ്രിൻ്റായാലും ഷിഫോണായാലും എല്ലാം, അതേപോലെ അക്കോബൻ്റെ മെറ്റീരിയൽ, അങ്ങനെ കുറേ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഒക്കെ ഓരോരുത്തർ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അതിൽ വരുന്ന കട്ട് പീസുകൾ. പിന്നെ ഞാൻ തന്നെ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി നോക്കുമ്പോൾ നമ്മൾ
അവിടെ കട്ട് പീസുകൾ കൊട്ടുണ്ടാവില്ല അതിൽ നിന്ന് എടുത്ത് പോകുന്നത് കുറേ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ തരം തിരിച്ച് ചെയ്യണം കേട്ടോ. കളറുകൾ ഫുള്ള് ഒരു കളറ് ഫുള്ള് തരം തിരിച്ചിട്ട് ആ കളറുകൾ ഫുള്ള് മടക്കി വെക്കും. എന്നിട്ട് ആദ്യമൊക്കെ സാധാരണ ഞാൻ ചെയ്യലൊക്കെ മടക്കിയിട്ട് ഓരോന്നും തരം തിരിച്ച് ഓരോ തുണി ക്രേപ്പ് പ്രിൻ്റ് അങ്ങനെ ഒരു കവറിലിട്ടേക്കലേനി. അപ്പോൾ അത് എന്തെങ്കിലും കളർ ആവശ്യം വന്നാൽ ആ കവർ ഒന്നായിട്ട് ചെരിഞ്ഞിട്ട് അതിന് തപ്പുന്നിട്ട് അതേപോലെ അതിക്ക് ഉണ്ടക്കട് മടക്കിയിടും, മടക്കൂല ഉണ്ടക്കട് കയറ്റിയിടും, അങ്ങനെ ഞാൻ ചെയ്യൽ. അപ്പോൾ ഇപ്രാവശ്യം ഇനി ഒരു കളറ് തിരഞ്ഞാൽ ബാക്കിയൊന്നും കേടരാൻ പാടില്ല എന്നുള്ള അതിലേക്കുള്ള പണിയാണ് ഇപ്രാവശ്യം ഞാൻ എടുത്തത് കേട്ടോ. ഫുള്ള് കളറ് ബേസിൽ അങ്ങോട്ട് തിരിച്ച് എല്ലതും ഒരേ കളറാക്കി ഇങ്ങനെ എല്ലാ ഷീലും കളറ് തിരിച്ചെടുത്താൽ അതൊക്കെ ഓരോ കെട്ടാക്കി വെച്ച് കെട്ടാക്കി വെച്ച് ഒരു തുണീൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള എല്ലാ തുണിയും വെച്ച് മടക്കിയിട്ട് ഞാനതൊക്കെ ഫുള്ളൊരു കെട്ടാക്കി. അങ്ങനെ ഒരു ക്ലോത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഫുള്ള് കെട്ടിച്ച് അങ്ങനെ ആയുള്ള ഗുണം എന്താ അറിയോ, നമുക്ക് ഇന്ന കളറിലുള്ള തുണിയാണ് നമ്മുടെ അടുത്ത് ഉണ്ടോ നോക്കേണ്ടി വെച്ചെങ്കിൽ ആ കളറിലുള്ള കെട്ട് തപ്പിയാൽ മാത്രം മതി, ഫുള്ള് വലിച്ചിട്ട് തരേണ്ട. അതേപോലെ ഇനിയിപ്പോൾ ലൈനിങ്ങാണ് വേണ്ടി വെച്ചെങ്കിൽ ഏത് കളറാണ് വെച്ചെങ്കിൽ ആ കളറ് കെട്ടെടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ആ ലൈനിങ് എടുത്താൽ മതി. അങ്ങനെ എല്ലാ കളറുകളും ഒരുവിധം സെയിം വരുന്ന കളറുകൾ, ഏറ്റവും കൂടുതൽ തുണി ഉണ്ടായിന് യെല്ലോയും റെഡും കേട്ടോ. ബാക്കിയൊക്കെ കുറേശ്ശെ ഗ്രീന് എന്താ കുറേശ്ശെ ഉണ്ട്, പർപ്പിളും ഒക്കെ ഉണ്ടായിനി, എല്ലാ കളറും ഉണ്ട്. പക്ഷേ ഉള്ളതൊക്കെ എന്നിട്ട് എന്താ ചെയ്തത് വെച്ചാൽ ഓരോ കവറിലാക്കി ഇട്ട് വെച്ച് ഇങ്ങനെ കെട്ടിയത് ഓരോ കവറിലാക്കി എന്നിട്ട് ആ കവറിൻ്റെ പുറത്ത് ഞാൻ എഴുതി വെച്ച് അതിൽ ഏതൊക്കെ കളറുകളുണ്ടെന്ന്. പിന്നെ നെറ്റ് ഞാൻ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞ് കട്ട് പീസ് ഇതിന് മുന്നൊക്കെ വേർച്ച് ചെയ്തെടുത്ത്, അതുകൊണ്ട് നെറ്റ് കുറച്ചുള്ളൂ. ഇനി ബാക്കിയുള്ള എല്ലാ നെറ്റേക്ക് വെച്ചിട്ടില്ല. ബാക്കിയുള്ള എല്ലാ തുണികളും അതേപോലെ പ്രിൻ്റായിട്ട് വരുന്ന എല്ലാ തുണികളും ഒരൊറ്റ കവറിലാണ് ഇട്ട് വെച്ചത്. അത് കുറച്ച് തോനുണ്ടായി. എന്നിട്ട് ആ കവറുകളൊക്കെ അലമാരയിൽ ഇങ്ങനെ അടുക്കി കവറ് മാത്രം വെവ്വേറെ ആക്കി ഇങ്ങനെ വെച്ചേക്ക എല്ലാം. അതേപോലെ യൂണിഫോം, പാൻറ്റ്, ഷർട്ട് ഇങ്ങനത്തെ ഇതുപോലുള്ള ക്ലോത്തുകളൊക്കെ കുറേ ഉണ്ടായിന് കേട്ടോ. പാൻറ്റ് ഷർട്ട് അങ്ങനത്തെ ഒക്കെ, അതൊക്കെ ഞാൻ പാൻറ്റിൻ്റെ ഒന്ന് ഷർട്ടിൻ്റെ ഒന്ന് ഒക്കെ കുറേ ചെറിയ കഷ്ണങ്ങളാണ്. 1 മീറ്റർ തയ്ച്ചില്ലാത്തത്, 1/2 മീറ്റർ ഉള്ളത്, എന്നാലും അതൊക്കെ ഞാൻ വേറെ ആക്കി കെട്ടാക്കി എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ കവറിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ആ കവറിൽ ഏതൊക്കെ കളറുണ്ട് എന്നുള്ളത് ആ കവറുമ്മേൽ എഴുതി വെച്ച് എന്നിട്ടാണ് കേട്ടോ അൾമറയ്ക്ക് വെച്ചത്. ഒക്കെ അൾമറയുടെ അടിയിൽ വലിയ ഇതുണ്ടാവുമല്ലോ അതിലാണ് ഒക്കെ കറക്റ്റായിട്ട് ഈ കവറിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കുക. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ആ കവറും ഇങ്ങോട്ട് എടുത്താൽ മതി. ഈ സ്റ്റിച്ചിങ് വേസ്റ്റ് വെക്കാൻ കഴിയാത്തവർക്ക് ഈ കട്ട് പീസുകളൊക്കെ ഇതുപോലെ ആക്കി വെച്ചാൽ മതി കേട്ടോ എല്ലാവരും. എന്നാൽ അവനവൻ്റെ ആവശ്യത്തിന് നമുക്ക് തിരഞ്ഞെടുക്കാൻ നല്ല സുഖേക്കാരം. സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് പരന്ന് കിടക്കില്ല ഒന്നായിട്ട്.